ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദായത്തുൽ ഹിദായയിൽ മാതാപിതാക്കളോട് ഒന്നിച്ചുള്ള അദബുകളിൽ പറയുന്നിടത്ത് പറയുന്നത് കാണാം, അവരെ മൂർച്ചയുള്ള കണ്ണുകളോടുകൂടെ നോക്കാൻ പോലും പാടില്ല എന്നാണ്. അവരെ മുന്നിൽ നടക്കരുത്, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ പേരുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പാടില്ല, അവരോട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അവരെ തുറിച്ചു നോക്കാൻ പാടില്ല, അവർക്ക് നൽകിയ ഔദാര്യങ്ങളെ എടുത്തു പറയാൻ പാടില്ല. അല്ല അമ്മ അങ്ങക്കല്ല ഞാൻ കഴിഞ്ഞ മാസം 1000 റുപ്യ തന്നത്, ഇനിയിപ്പോ ഈ മാസം 2000 റുപ്യ വേണോ? അവർക്ക് കൊടുത്ത ഔദാര്യങ്ങൾ അങ്ങനെ എടുത്തെടുത്ത് പറയാൻ പാടില്ലെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ ഞാനും എന്റെ കുടുംബവും എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി നമ്മുടെ കുടുംബത്തിന്റെ അടിസ്ഥാനവും വിജയവും മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്, അവരുടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണെന്ന തോന്നൽ വേണം. അവർക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടാകരുത്. ഓൾഡ് ഏജ് ഹോമുകൾ പെരുകുന്ന കാലമാണ്. പ്രായമാകുമ്പോൾ ഉമ്മയും ഉപ്പയും നമുക്ക് ഭാരമാകുന്നു. അവരെ നമ്മൾ പറഞ്ഞേക്കുന്നു വൃദ്ധസദനത്തിലേക്ക്. അവരെ പരിചരിക്കാൻ നമുക്കാകുന്നില്ല. അവരുടെ വാർദ്ധക്യ സഹജമായ സ്വഭാവത്തെ സഹിക്കാനോ സമീപിക്കാനോ നമുക്ക് കഴിയുന്നില്ല. വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയച്ച് നമ്മളിങ്ങനെ വലിയ ശുചായികളായി നടക്കുകയാണ്. നല്ല സാമൂഹിക സേവനങ്ങളാണ്, സാമൂഹ്യ പ്രവർത്തനങ്ങളാണ്. നാട്ടിലും മഹല്ലിലും ഏറെ ഉദാത്തമായ സ്ഥാനമുള്ളവരാണ്. മാതാപിതാക്കളോട് അർഹിച്ച പരിഗണന ഉണ്ടാവില്ല, കാര്യമില്ല. ഹുമാ ജന്നത്തുക വന്നാർ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമി ഉമ്മഹാത്ത്. സ്വർഗ്ഗം ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണെന്ന് പറഞ്ഞാൽ ആ ഉമ്മ കാല് മാറ്റിത്തരാതെ സ്വർഗം കാണൂല എന്നതിന്റെ അർത്ഥം.